ജ്യോതിഷചക്ര ചാനലിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. പ്രപഞ്ച രഹസ്യം ജ്യോതിഷത്തിലൂടെ എന്ന തലക്കെട്ടിൽ നാം പല വിഷയങ്ങളെയും സംസാരിച്ചു വരുന്നു, പല വിഷയങ്ങളെയും വിശകലനം ചെയ്ത് വരികയാണ്. അത് പല എപ്പിസോഡുകളിലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ശ്രമം. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരു വൃത്തത്തിന് 360 ഡിഗ്രി എന്ന് പറഞ്ഞിരുന്നല്ലോ. കാലം, സമയം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാം. ആദ്യത്തെ എപ്പിസോഡുകളിൽ തന്നെ പൃഥ്വി, വായു, ആകാശം, കാലതിക, ആത്മമനാംസി എന്ന് തർക്കശാസ്ത്രത്തിൽ അനുശാസിക്കുന്ന ഈ ചെറുപദ്യത്തിന് ധാരാളം വിശദീകരണങ്ങളുണ്ട്. അത് എല്ലാം വിശദീകരിക്കാനായില്ലെങ്കിലും ഏറെക്കുറെ വിശദീകരണങ്ങൾ നൽകാം. പൃഥ്വി, വായു, ആകാശം എന്ന പഞ്ചഭൂതങ്ങളെക്കുറിച്ച് തുടക്കത്തിലുള്ള എപ്പിസോഡുകളിൽ കുറേ വിശദീകരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാലത്തിനെക്കുറിച്ച് ആണ് കൂടുതൽ വിശദീകരണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് ആത്മാവ്, മനസ്സ്, ദിക്ക് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും കിട്ടുന്നതാണ്. ഇപ്പോൾ കാലം എന്നാൽ സമയമെന്നും അറിയേണ്ടിയിരിക്കുന്നു. പ്രപഞ്ച നായകനായ സൂര്യന് ജ്യോതിശാസ്ത്രത്തിലും പ്രധാന സ്ഥാനമാണ് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നേനെ എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നൊരു വിഷയമാണ്. പല ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനിൽ നിന്നും അടർന്നു വീണ ഭാഗങ്ങൾ സൂര്യൻ്റെ തന്നെ ആകർഷണ വലയത്തിൽ സൂര്യനിൽ നിന്നും പല അകലങ്ങളിൽ സൂര്യാകർഷണത്താൽ സ്ഥിതി ചെയ്തുകൊണ്ട് സൂര്യനെ തന്നെ പ്രദർശനം വയ്ക്കാൻ തുടങ്ങി. ഒപ്പം സ്വയം കറങ്ങുന്ന സ്വഭാവങ്ങളും ഉണ്ടായി. സൂര്യനെ ചുറ്റുന്നതനുസരിച്ച് പല ലക്ഷം അല്ലെങ്കിൽ പല കോടി വർഷങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഈ ഗ്രഹങ്ങൾ. ഇപ്പോഴും രൂപാന്തരപ്പെടാത്തതായിട്ടുള്ള പല ഭാഗങ്ങളും അടർന്നു വീണ് അങ്ങിങ്ങ് ചുറ്റി നടക്കുകയും ചില ഗ്രഹങ്ങൾ തന്നെ പ്രദർശനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾ ഇന്നുമുണ്ട്. ഇത് ആധുനിക ശാസ്ത്രം സമ്മതിച്ചിട്ടുള്ളതും ഈ വിഷയ സംബന്ധമായി ധാരാളം പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇന്ന് വാന നിരീക്ഷണ കേന്ദ്രങ്ങളായ ആധുനിക ശാസ്ത്രകാരന്മാർ. ബഹിരാകാശത്ത് പലതരത്തിലുള്ള പ്രതിഭാസങ്ങളും ഇന്ന് നമ്മുടെ വാന നിരീക്ഷണ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നു. കുറേ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അവരുടെ എല്ലാം പ്രഭാവം നമുക്ക് വളരെയേറെ പ്രകീർത്തിക്കേണ്ടത് തന്നെയാണ്. ഈ ഗ്രഹങ്ങൾക്ക് എങ്ങനെ രൂപാന്തരം ഉണ്ടായെന്ന് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. ഒരു മണ്ഡലം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി അല്പം നേരം വീക്ഷിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവർ കുറേ ചെളിയെടുത്ത്, അതായത് യാതൊരു ഷേപ്പുമില്ലാത്ത കുറേ ചെളി, നന്നായി കുഴഞ്ഞ ചെളി എടുത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതലത്തിൽ വെച്ച് കരങ്ങൾ കൊണ്ട് സ്പർശിച്ച് കഴിയുമ്പോൾ വൃത്താകൃതിയിലുള്ള എന്തു തന്നെയായാലും ഒരു ഉദ്ദിഷ്ട സാധനം ലഭിക്കുന്നു. അത് കരമാകാം, കൂജയാകാം, ഗ്ലാസ്സാകാം, എന്തായാലും ഒരു വൃത്തമാണ് അവിടെ കിട്ടുന്നത്. അതുപോലെ സൂര്യൻ്റെ ആകർഷണ വലയമാണ് ഈ ഗ്രഹങ്ങൾക്ക് രൂപാന്തരപ്പെടാനും ചുറ്റാനുമുള്ള പ്രതലവും സ്പർശവും. അങ്ങനെ പല ലക്ഷലക്ഷം അല്ലെങ്കിൽ കോടി വർഷങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെട്ട് വന്നിരിക്കുന്നതാണ് ഈ ഗ്രഹങ്ങളെന്ന് നമുക്ക് പറയാം. അതായത് സൂര്യകുടുംബമായി മാറിയുന്ന, അതായത് സൂര്യകുടുംബത്തിൽ അംഗമായി ഈ ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ രൂപാന്തരമില്ലാത്ത ഇതിന് ആധുനിക ശാസ്ത്രകാരന്മാർ പേര് നൽകിയുള്ള ഉൽക്കകളും ഒക്കെ ചുറ്റി നടക്കുന്നുണ്ട്. ഇത് ഒരു സൂര്യകുടുംബമാണ്. ഇതാണ് സൗരയൂഥമായിട്ട് ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതിൽ ഓരോ ഗ്രഹങ്ങളും വ്യത്യസ്ത വലിപ്പത്തോടു കൂടിയതും സൂര്യനെ ചുറ്റുന്നതിന് വ്യത്യസ്തമായ കാലയളവും എടുക്കുന്നു. ഇന്ന് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരവും ഗതിവിഗതികളും ഈ ഗ്രഹങ്ങൾക്ക് ഭൂമിയിൽ ആധിപത്യമുള്ളതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ സംഗ്രഹിച്ചാണ് കാലം, സമയം, ജ്യോതിഷം എല്ലാം നിരൂപിച്ചിരിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ വിശദീകരണങ്ങൾ ലഭിക്കുന്നതാണ്. നമസ്കാരം.